സജ്ജന കാണിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞത് മാതിരി പബ്ലിക്കിൽ വന്ന് നീ അപ്പോളജി ചെയ്യാന്നോ, നീ നിന്റെ തെറ്റ് സമ്മതിക്കാന്നോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോ എന്റെ വിഷയത്തിനകത്ത് ഞാൻ സജനയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടു. സജനയുടെ വിഷയം വളരെ കൃത്യമായി സജന മാനിപ്പുലേറ്റ് ചെയ്ത് CM-നെ അറിയിച്ചു. ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു, അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിച്ചു, അതുപോലെ എക്സൈസ് മിനിസ്റ്ററെ ലിജു സാറിനെ ഒക്കെ പോയി കണ്ട് അവരുടെ അടുത്ത് കൃത്യമായി അവതരിപ്പിച്ച് എനിക്കുണ്ടായ പ്രശ്നത്തിന്മേൽ അവർ കൃത്യമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകി. എനിക്ക് ത്രട്ടനുണ്ട്. ഇവള് ഞാൻ കൊടുത്ത കേസിലെ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്നെ സജന അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ കോൾസും ത്രട്ടണിങ്ങും, എന്നെ ഇറങ്ങി വരാനും, എന്നെ വെട്ടിക്കൊന്നുകളയോന്നോ വെട്ടിക്കീറിക്കളയോന്നോ എന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾസൊക്കെ എനിക്ക് 23-ാം തീയതി ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ കൊണ്ടുപോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സജനയ്ക്കെതിരെയും എന്നെ ത്രട്ടൺ ചെയ്ത ആളിനെതിരെയും കൃത്യമായിട്ടുള്ള എഫ്ഐആർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി മുഖാന്തരം. അതേപോലെ തന്നെ ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സജനയുടെ 2 വീഡിയോകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി സജനയുടെ കൺക്ലൂഷനും കൂടെ പറയാം. റസൂൽ പൂക്കുട്ടിയെ സജന നല്ല വൃത്തിക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പേടിച്ചിട്ടാണ് അയാൾ റിയാക്ഷൻ ഒന്നും ഇടാതിരിക്കുന്നത്. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാള് അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളതിൽ അയാൾ ഭയങ്കര ഇതിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ കുടുംബത്തിനെ ഉപദ്രവിക്കരുത്. സജന അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. സജന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ലൈഫേ മൊത്തത്തിൽ പോയിരിക്കുന്ന അവസ്ഥയാണ്. അയാൾ ഈ പറഞ്ഞത് മാതിരി വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അയാളിനി അയാളുടെ കുടുംബവും മറ്റും നോക്കി മുന്നോട്ട് പോവും. എനിക്ക് പറ്റിയ വലിയൊരു പാകപ്പിഴയും തെറ്റാണ് സജന എന്നൊക്കെ പറഞ്ഞു. എത്രത്തോളം വസ്തുത ഉണ്ടെന്നൊന്നും അറിയില്ല. അയാൾ